എല്ലാവർക്കും നമസ്കാരം. കാര്യക്ഷമതയുള്ള വ്യക്തികൾ ഒരു സമൂഹത്തിന് മുതൽക്കൂട്ടാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. എന്നാൽ അവയെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. സെൽഫ് എഫിക്കസി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് കൊടുക്കുന്നൊരു വ്യാഖ്യാനം എങ്ങനെയാണ്? സെൽഫ് എഫിക്കസി ഈസ് യുവർ ബിലീഫ് ഇൻ യുവർ ഓൺ എബിലിറ്റി ടു സക്സീഡ് ഇൻ സ്പെസിഫിക് സിറ്റുവേഷൻ. ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പാനിക്കായിട്ട് പോകുന്നവരുണ്ട്. എന്നാൽ സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവന് അവനിൽ തന്നെ ഉണ്ടാകേണ്ട വിശ്വാസമാണ്. ഒരു ഭക്തന് അവനിൽ തന്നെയുള്ള വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ അവനെ സൃഷ്ടിച്ചത് ദൈവമാണെന്നുള്ള അടിസ്ഥാന വിശ്വാസത്തിലാണ് അത് രൂപപ്പെടുന്നത്. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇഫ് ഐ ഹാവ് ദ ബിലീഫ് ദാറ്റ് ഐ കാൻ ഡു ഇറ്റ്, I shall surely acquire the capacity to do it. നമ്മൾ നമ്മളോട് തന്നെ പറയണം, എനിക്കത് ചെയ്യാൻ പറ്റും. നിശ്ചയമായും അത്തരം ഒരു മനസ്സോടിറങ്ങി തിരിച്ചാൽ സാധിക്കാൻ പറ്റാത്തതൊന്നുമില്ല. ബറാക് ഒബാമയുടെ ഭാര്യയും മോട്ടിവേറ്ററുമായ മിഷേൽ ഒബാമയുടെ വാക്കുകൾ: യുവർ സക്സസ് വിൽ ബി ഡിറ്റർമിൻഡ് ബൈ യുവർ ഓൺ കോൺഫിഡൻസ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്. നമ്മുടെ ഭാഗതയും വിജയവും നിർണയിക്കുന്നതിൽ നമുക്ക് നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. അതിന് അടിസ്ഥാനപരമായി നമ്മളിൽ ഉണ്ടാകേണ്ടത് സെൽഫ് എഫിക്കസി. ആ ഒരു ചിന്ത തന്നെയാണ്, ഒരു നല്ല ആത്മബോധം തന്നെയാണ്. ബെഞ്ചമിൻ സ്പോക്കിന്റെ വാക്കുകൾ: ട്രസ്റ്റ് യുവർ സെൽഫ്, യു നീഡ് മോർ ദാൻ യു തിങ്ക് യു ഡു. നീ നിന്നിൽ തന്നെ ഒരു വിശ്വാസം അർപ്പിച്ച് അപ്പോൾ നീ മനസ്സിലാക്കും, നീ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നിനക്ക് നിർവഹിക്കാൻ കഴിയുമെന്ന്. സ്ത്രീകളും കുട്ടികളും കൂടാതെ 5000-ഓളം വരുന്ന പുരുഷാരത്തെ മുൻപിലിരുത്തിയിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അവരിലെ കാര്യക്ഷമതയെ പുറത്തു കൊണ്ടുവരുവാൻ ക്രിസ്തു നടത്തുന്ന ഒരു ശ്രമം കൂടിയാണത്. അത്തരം ഒരാവശ്യത്തെ അവരങ്ങനെ സമീപിക്കുന്നു. അവരുടെ രീതി എന്താണ്? ഇതൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും അപ്പുറമുള്ള വലിയ കാര്യങ്ങളെ നമുക്ക് നേരിടേണ്ടി വരും. അവിടെ അടിയുറച്ച ദൈവവിശ്വാസത്തോടെ, ദൈവ സൃഷ്ടിയാണെന്നുള്ള ആത്മബോധത്തോടെ നമ്മളിലൊരു വിശ്വാസം അർപ്പിച്ച് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കണം. അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് ജീവിത വിജയം കൈവരിക്കുവാൻ നമുക്ക് കഴിയുന്നത്. 139 സങ്കീർത്തനം 14 വാക്യം: ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, കഴിവുകളും താലന്തുകളും അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു വന്നിട്ടുണ്ട്. ഓരോ മനുഷ്യരും അവരിൽ നിന്ന് തീർത്തും വിഭിന്നമാണ്. പലപ്പോഴും ജീവിക്കുന്ന വേളയിൽ ഇല്ലായ്മകളിലും പരിഭവങ്ങളിലും കുടുങ്ങിപ്പോകാതെ ദൈവം തന്ന കഴിവുകളെ കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകർന്നു നൽകണമേ. ജീവിതത്തിൻ്റെ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നിരാശപ്പെട്ടു പോകാനും തളർന്നു പോകാനും ഇടവരരുതേ. ബുദ്ധിക്കപ്പുറമുള്ള വൻകാര്യങ്ങൾ ഞങ്ങൾ നേരിടുമ്പോൾ ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ കർത്താവുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിൽ അത് നിർവഹിക്കുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഭക്തനായ ഒരു മനുഷ്യനും ജീവിതത്തെ നേരിടുമ്പോൾ തളർന്നു പോകുകയില്ല. തിരുവചനം അത് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവേ, ഞങ്ങളെ അതിശയകരമായി ലോകത്ത് സൃഷ്ടിച്ചതിന് സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ, ബലപ്പെടുത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.